ആദർശ് ആ കഥ പറയാൻ തുടങ്ങിയപ്പോൾ അവന്റെ ശബ്ദം പതിയെ ഇടറാൻ തുടങ്ങിയെങ്കിലും അവൻ ആ പതർച്ച പുറത്ത് കാണിക്കാതെ പതിയെ പറയാൻ തുടങ്ങി. പണ്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ആനിയെ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ 5 പേരുമായിരുന്നല്ലോ അന്നും ഒരു ഗ്യാങ്. അതുമാത്രമല്ല ദീപു, നിനക്ക് അവളോടൊരിഷ്ടമുണ്ടെന്നും അവൾക്ക് തിരിച്ച് നിന്നോടൊരിഷ്ടമുണ്ടെന്നും നമ്മുടെ കോളേജിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ കോളേജിലെ അവസാന ദിവസമായിരുന്നല്ലോ നമ്മളെല്ലാം കൂടി തേക്കടിയിലെ ഈ റിസോർട്ടിൽ വരാൻ തീരുമാനിച്ചത്. അങ്ങനെ നമ്മുടെ കോളേജിലെ റീയൂണിയന്റെ ഫംഗ്ഷന് ശേഷം രാത്രി തന്നെ ബോംബെയിലെ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് ഞാൻ ട്രെയിൻ കയറി. പിന്നെ കുറച്ച് വർഷങ്ങൾ അവിടെ നിന്ന് പഠിച്ച ശേഷം ഞാൻ പിന്നെ US-ലെ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അങ്കിളിൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഞാൻ ബോംബെയിലേക്ക് തിരിച്ചു. അങ്ങനെ അവിടുത്തെ അങ്കിളിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം പിറ്റേന്ന് തന്നെ US-ലേക്ക് പോകുവാനായി ഞാൻ തീരുമാനിക്കുകയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായി ഞാൻ ബോംബെയിലെ ഒരു സ്ട്രീറ്റിലേക്ക് പോയി. ആ സ്ട്രീറ്റിൻ്റെ ഇരുവശവും കുറച്ച് ഭിക്ഷക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ചില്ലറ പൈസകൾ അവർക്കായി നൽകി. ഞാൻ അവർക്ക് പൈസ കൊടുക്കുന്നതിനിടയിൽ ആ കൂട്ടത്തിലെ ഒരു മുഖം എൻ്റെ കണ്ണിലുടക്കി. ഞാൻ ആ സ്ത്രീയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചു. എന്നാൽ ഞാൻ അവരെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായില്ല. രാത്രി റൂമിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും ആ സ്ത്രീയുടെ മുഖം എന്നെ അലട്ടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ രാത്രി ഉറക്കം നഷ്ടപ്പെട്ട എനിക്ക് അവളെ ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ടെന്നും അവളുടെ മുഖത്തെ ക്ഷീണവും അവളുടെ മുഖത്ത് പാറിക്കിടക്കുന്ന ആ അഴിഞ്ഞ മുടികളും അവളിലെ രൂപത്തെ എൻ്റെ മനസ്സിൽ ഓർത്തെടുക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഒരു പേപ്പർ എടുത്ത് ഞാൻ കണ്ട സ്ത്രീയുടെ മുഖത്തെ ക്ഷീണവും അവളുടെ പാറിക്കിടക്കുന്ന മുടികളും മാറ്റി അവളെ ഞാൻ പേപ്പറിലേക്ക് പതിയെ വരയ്ക്കുവാൻ തുടങ്ങി. ആ ചിത്രം വരച്ച് പൂർത്തിയാക്കിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഞാൻ വരച്ച ചിത്രത്തിലെ പെൺകുട്ടിക്ക് നമ്മുടെ ക്ലാസ്സിലെ ആനിയുടെ മുഖമാണെന്ന് ഞാൻ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് തന്നെ ഞാൻ കാറെടുത്ത് അതേ സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴിക്ക് റോഡിലെ ഒരു കടത്തിണ്ണയിൽ അവൾ കിടക്കുന്നത് ഞാൻ കണ്ടു. ആദർശ് ആ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ ശബ്ദത്തെ മുറിപ്പിക്കും വിധം ഒരു നിലവിളി ശബ്ദം ആ റിസോർട്ടിനെ ആകെ ഭീതിയിലേക്ക് അഴുത്തി. ഈ കഥ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.